ഹലോ ഗായ്സ്, കടൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കട്ടപ്പന വരെ പോവാണ്. രാജകന്യ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടപ്പന വരെ പോവാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ സിറ്റിയിലാണുള്ളത്. കാരണത്തായതുകൊണ്ട് കാണത്തില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിലവിൽ സിറ്റിയിലാണുള്ളത്. അപ്പം സിറ്റിയിൽ അനിയന്മാർ മുടിയൊന്ന് വെട്ടിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് രാജകന്യക സിനിമ കാണാൻ കട്ടപ്പനയ്ക്ക്. അപ്പോൾ കട്ടപ്പന ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പം സിറ്റി ആയതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് പുറത്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഒരാളുടെ കൂടെ മുടി വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നതായിരിക്കും കട്ടപ്പനയ്ക്ക്. എന്നിട്ട് രാജകന്യ സിനിമ കണ്ട് അമ്മയുടെ വീട്ടിലും ഒന്ന് കയറി എല്ലാവരെയും കണ്ട് അവിടുന്ന് തിരിച്ച് പോരാനാണ് പ്ലാൻ. എങ്ങാനും മാറുവാണെങ്കിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരും. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കാണാം. ഡോറ് തുറന്നു. ഇത് നമ്മുടെ സിറ്റിയാണ്. സിറ്റിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സിറ്റിയാണ് കേട്ടോ, ഇതാണ് നമ്മുടെ സിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ സാധനമൊക്കെ വാങ്ങുന്നത്, കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ എന്നാ ഉള്ളത്, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പരിചയമുള്ള പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല. പിന്നെ താറ് വന്നപ്പോൾ വീഡിയോ എടുത്തു. താറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് താറിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ എന്നാ ഇതൊക്കെയാണ് സിറ്റി. പിന്നെ എൻ്റെ അനിയൻ്റെ മുടി വെട്ടിക്കുന്ന ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് സോമൻ ചേട്ടനാണ് മുടിയൊക്കെ വെട്ടിച്ചത്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ സിനിമ കാണാൻ വിട്ടു കേട്ടോ. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റി. അപ്പോൾ ഇവിടെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും എന്നുണ്ട്. അപ്പം ഞാൻ സിറ്റിയിൽ ഇറങ്ങിയതിൻ്റെയൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കാരണം പബ്ലിക്കായിട്ട് ഇറങ്ങി നിന്ന് എനിക്ക് വർത്താനം പറയാൻ പേടിയാണ്, ഒന്നാമത്തെ റീസൺ. ബട്ട് കട്ടപ്പന എന്ന് കഴിയുമ്പം എല്ലാവരും കണ്ടു കഴിയുമ്പോൾ സെറ്റാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആകുമായിരിക്കണം. അപ്പം കട്ടപ്പന ചെന്ന് കഴിയുമ്പോൾ വർത്താനം പറയാം, സീനൊന്നുമില്ല. ബട്ട് സിറ്റിയിൽ ഇറങ്ങി നിന്നിട്ട് എല്ലാവരും കാണുമ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം പിന്നെ സിറ്റിയിൽ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തങ്ങ് വിട്ടു. അതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോവുകയാണ്. നമ്മൾ വണ്ടിക്കകത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി കട്ടപ്പന ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, കട്ടപ്പന എത്തിയിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിലെത്തി. ഇതാണ് ഗൈസ് തിയേറ്റർ. നമ്മൾ തിയേറ്ററിലെത്തിയിട്ടുണ്ട്. നേരെ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണണം. അതിൻ്റെ അനിയനാണ് കേട്ടോ വരുന്നത്. ഈ സെറ്ററിട്ട് നിൽക്കുന്നതും എൻ്റെ ഒരു അനിയനാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് നേരെ പോയി ടിക്കറ്റ് എടുക്കണം, സിനിമയ്ക്ക് കയറണം, കാണണം, ഇറങ്ങണം. ഈ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാജകന്യക ട്രെയിലറാണ്. അപ്പോൾ അവിടെ നിന്ന് ഓടുന്നതുണ്ട്, 2 എണ്ണം ഓടുന്നുണ്ട്. നമ്മൾ നേരെ പോയി തിയേറ്ററിൽ കയറി കാണാൻ. നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററൊക്കെ കാണാൻ. പൊതുവേ അങ്ങനെയാണല്ലോ, തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന വൈബൊന്ന് വേറെ ആണല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് സിനിമയും കണ്ട് ഇൻ്റർവെല്ലായപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വീഡിയോ പിടിക്കണമല്ലോ എന്ന്. ബാക്കി ഞാനൊരു പോപ്കോണും ജ്യൂസും വാങ്ങിച്ചു ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ ആയായിരുന്നു കേട്ടോ ഇൻ്റർവെല്ലിന് ഞാൻ വീഡിയോ പിടിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവെല്ലിനാണ് പിന്നെ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. പെട്ടെന്ന് ഇൻ്റർവെല്ലായി. ബോറടിക്കുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. സൈറ്റ് പിടിച്ചിരുന്നു. 5 മിനിറ്റല്ലേ ഉള്ളൂ, പെട്ടെന്ന് പൊയ്ക്കോളും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് എൻ്റെ പോപ്കോൺ തീർന്നു. സിനിമ ചമ്മി ഇരുന്നാണ് സിനിമ കണ്ടത്. മോഞ്ചിരിക്കുമായിരുന്നു, ഒന്നുമില്ലായിരുന്നു കയ്യിൽ. ഇൻ്റർവെല്ലിന് ഞാനിങ്ങനെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. അടുത്തിരിക്കുന്നവരൊക്കെ ഒരുമാതിരി നോക്കുന്നു. ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു അടുത്ത്. കൊച്ചിരുന്നിട്ട് ഈ ചേച്ചി എന്താ കാണിക്കുന്നേ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് തീർന്നു. ഇൻ്റർവെല്ല് കഴിഞ്ഞ് സിനിമ തുടങ്ങാൻ പോവാമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഇൻ്റർവെൽ കുറച്ച് ലാഗായിരുന്നു. ആരും ഒന്നും ഇല്ലായിരുന്നു. ആ കൊച്ചായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൊച്ച്. പിന്നെ ഇൻ്റർവെൽ 5 മിനിറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് തീർന്നു കേട്ടോ, അത്യാവശ്യം പെട്ടെന്നൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ട് പരസ്യം ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. കുറച്ച് പരസ്യം ഇട്ടു. കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു സിനിമയിലേക്ക് പോയത്. അത് കഴിഞ്ഞ് സിനിമ പെട്ടെന്ന് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനമായി. പിന്നെ ഞാൻ സിനിമയുടെ ചെറിയൊരു ഭാഗം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, വളരെ ചെറിയൊരു ഭാഗം. സിനിമ ഫുള്ളൊന്നും ഞാൻ ആക്കിയിട്ടില്ല. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഭാഗം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങളെല്ലാവരും പോയി കാണുന്ന മസ്റ്റ് സിനിമയാണ്. നല്ല രസമാണ് കേട്ടോ സിനിമ, എനിക്കിഷ്ടപ്പെട്ടു.
നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ചേട്ടൻ ചെറുതായിട്ടൊന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിലൊക്കെ കയറി ഫുഡ് കഴിക്കാൻ വിട്ടു. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അമ്പാടി റെസ്റ്റോറൻറ്റിലേക്കാണ് വിട്ടത്. അപ്പം നേരെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്ന് കയറി ഫുഡ് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതിനെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഫുഡ് വരാനായിട്ട്. കുറച്ച് ലാഗായിരുന്നു ഫുഡ് വരുന്നതിനും, കുറച്ച് ലാഗുണ്ടായിരുന്നു. അവന്മാരവിടെ ഇരുന്ന് ഉപ്പൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൊളിയെന്നൊക്കെ പറഞ്ഞു. ഞാനവിടെ ഫോൺ ക്യാമറ വെക്കുന്നതിൻ്റെ ചെറിയ ഇതായിരുന്നു, ലാഗായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്നൊക്കെ ഞാൻ കുറേ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊന്നും വരാത്തതുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഞാനിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ലെന്ന്. അന്നേരത്തേക്ക് ഇതുകൊണ്ട് കറി വന്നിട്ടുണ്ടായിരുന്നു. ചള്ളാസും അച്ചാറും വന്നു. പിന്നെ അച്ചാർ തൊട്ട് നോക്കി കുറച്ച് വെള്ളം കുടിച്ചു. ആകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഫുഡ് ഇപ്പോൾ വരുമല്ലോ എന്ന്. പെട്ടെന്നായിരുന്നു ഫുഡ് വന്നത്. ഫുഡ് ഇച്ചിരി പെട്ടെന്ന് വന്നു. അത് വന്നു കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞാനവിടെ അച്ചാർ തൊട്ട് നോക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫുഡ് ഇപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഫുഡൊക്കെ വന്നത് കുറച്ച് പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് വന്നു. ഫുഡ് ഇങ്ങനെ പപ്പടമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല ആവി പറക്കുന്ന ചോറ്. എൻ്റെ അനിയൻ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെയും കൂടെ വീഡിയോ കയറ്റടി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബിരിയാണി വന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. കുറേ നേരമായി വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട്. 3 മണിയും കണ്ടായി ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം. ബിരിയാണി വന്നതിൻ്റെ സന്തോഷമായിരുന്നു. ബിരിയാണി കുറഞ്ഞിട്ടപ്പം മോന്ത പോലും കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഷോയ്ക്കിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. നല്ല സുഖമായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ്, നല്ല വൈബ് ഒക്കെ നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി നേരം വീഡിയോ ഒന്നും പിടിച്ചൊന്നും നിന്നില്ല. പിന്നെ പെട്ടെന്ന് വണ്ടിക്കകത്തോട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അവിടെ വരെ പോയി. എൻ്റെ ഇടയ്ക്ക് പപ്പ കുറച്ച് ലാഗൊക്കെ അടുപ്പിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരു കസിൻ്റെ വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ കുറച്ചധികം നേരം വണ്ടിക്കകത്ത് പോസ്റ്റ് അടിച്ചു. പിന്നെ നേരെ പോയി കുറേ ദൂരം പോയി. അങ്ങോട്ടൊക്കെയോ കുറേ പോയി. ഇങ്ങനെയൊക്കെ പോയി കുറേ ദൂരം ചെന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഇവിടുന്ന് നേരെ കസിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഇവിടുന്ന് നേരെ നമ്മൾ കസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ ഞാൻ ഇടയ്ക്ക് മുടിയൊക്കെ കെട്ടിവെച്ചു. ഞാൻ വീഡിയോയ്ക്കകത്ത് കുറച്ച് ഷോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കസിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് അവിടെ ഞാൻ അവരെ കാണിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞവരെ കാണിച്ചോ, കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു. പിന്നെ അവരുടെ വീടൊക്കെ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു യൂട്യൂബ് ചാനൽ കാണിച്ചോ, കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ കൊണ്ട് ഹലോ ഒക്കെ പറയിപ്പിച്ചു. കുറച്ച് ഇതായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കായിരുന്നു, അമ്മയുടെ വീട്ടിലേക്ക്. നമ്മൾ അവിടെ നിന്ന് നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ പാണ്ഡു ഭയങ്കര കുറയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാണ്ഡുവിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന്. പാണ്ഡുവിൻ്റെ അടുത്ത് പോയപ്പോൾ പാണ്ഡു വാലൊക്കെ ആട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ പാണ്ഡു. പാണ്ഡു ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അപ്പോൾ പാണ്ഡുവിനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ കയറി വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീട്ടിൽ വന്ന് എല്ലാവർക്കും ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ജിലേബി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ. ബായ്. ഉണ്ടോ, ഞാൻ ജിലേബി കഴിക്കുവാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്. സി യു.